എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഞണ്ട് ഇവിടെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തുമാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട് തേങ്ങാക്കൊത്ത്. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 കഷ്ണം കുടംപുളിയാണ്. വെള്ളത്തിലിട്ട് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇനി ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഞാനിതിൽ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയായിരുന്നു. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് ഇവിടെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നീളത്തിൽ, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര പാടുള്ള ജോലിയൊന്നുമല്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞണ്ട് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നൊക്കെ വിചാരിച്ചാലും മാറി നിൽക്കണ്ട. എല്ലാവർക്കും ഉണ്ടാക്കാം. സവാള നമ്മൾ എത്രത്തോളം മാക്സിമം വഴറ്റുന്ന അത്രയും നല്ലതാണ്. സവാള ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞണ്ട് റോസ്റ്റ് നല്ല എരിവാണ്. ഞണ്ട് റോസ്റ്റൊക്കെ കഴിക്കുന്ന നല്ല എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി എരിവ് നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. സവാളയും മുളക് പൊടിയൊക്കെ നന്നായി മിക്സ് ചെയ്ത് മുളക് പൊടീൻ്റെ കുത്തൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഞണ്ട് വേവിച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് ഞണ്ട് വേവിച്ചതിൽ ആ വെള്ളം തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതൊരു 10-15 മിനിറ്റ് നന്നായി മൂപ്പിച്ചെടുക്കാം. എത്രത്തോളം മൂപ്പിക്കുന്നോ അത്രയും ടേസ്റ്റാണ്.
കരിയാതെ ശ്രദ്ധിച്ചാൽ മതി. ഇതിന് നല്ല നമ്മൾ കറി വയ്ക്കുമ്പോൾ മസാലകളൊക്കെ മൂപ്പിക്കാറുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ എത്രത്തോളം മൂപ്പിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറികൾക്ക്. നമ്മുടെ മസാല നന്നായി മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം, നമ്മുടെ മസാലയൊക്കെ ഞണ്ടിൽ പിടിക്കുന്നവരെ. നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റും കൂടി അടുപ്പിൽ വെച്ച് നമുക്ക് ഇറക്കാം. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. അപ്പോൾ ഈ ഞണ്ട് റെസ്റ്റോറൻ്റൊക്കെ ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.